നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ് മാന്ത്രികൻ മിഖായൽ താലിൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1979 ഫിൻലാൻഡ് ഗ്രാൻഡ് മാസ്റ്റർ രണ്ടനായിരുന്നു അദ്ദേഹത്തിന്റെ എതിരാളി. ഈ ഗെയിമിൽ താൽ വൈറ്റ് സൈഡും രണ്ടനൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ ഏകദേശം 2 വർഷം മുമ്പുള്ള ഇതുപോലൊരു ഡിസംബർ മാസത്തിലാണ് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത്. 2 വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ 70,000-ലേക്ക് എത്താൻ പോവുകയാണ്. അതിനായിട്ട് സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിനി 400 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവാണുള്ളത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജനുവരി ആകുമ്പോഴേക്കും ആ 70,000-ലേക്ക് എത്താൻ കഴിയും. ദയവായി എല്ലാവരും സഹായിക്കുക. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റിനെ F3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് D4 മൂവ് ചെയ്യുന്നതാണ് ഓപ്പൺ സിസിലിയൻ. എന്നാൽ വൈറ്റ് ഇപ്പോൾ D4 അല്ലെങ്കിൽ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ B5-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം കാസിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ഈ വേരിയേഷൻ നഷ്മദിനോ റസലുമോ അറ്റാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ഇവിടെ E6 മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസിന് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഈ നൈറ്റിന് സപ്പോർട്ടായിട്ട് അടുത്ത നൈറ്റിനെ കൂടെ കൊണ്ടുവരികയാണ്. അതിനായിട്ട് നൈറ്റിനെ E7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് ഇവിടെ A6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ താലിപ്പോൾ ആ ബിഷപ്പിനെ അവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകുന്നില്ല. ആ നൈറ്റ് ഒരു എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം D4 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്റർ ഓപ്പൺ ചെയ്യുന്നു. അതൊരു പോൺ എക്സ്ചേഞ്ച് ഓഫറൂടെയാണ്. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഒട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചൊട്ടുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റ് ഇട്ടുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ക്വീനെ C7-ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിന് ഒരു സപ്പോർട്ടോ കൊടുക്കുകയോ ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം D6 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. എന്നാൽ വൈറ്റും ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം റൂക്കിനെ E1-ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നതാണ് മെയിൻ മൂവ്. ബ്ലാക്ക് ഇവിടെ സെൻറ്ററിലെ പോണുകളെ കൂടുതൽ സ്ട്രോങ് ആക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് വെട്ടുന്നില്ല. പകരം പോൺ വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ബ്ലാക്കിൻ്റെ ഈ മൂവ് വന്നതോടെ ഇനി ക്വീൻസിലേക്ക് കാസിന് ചെയ്യുന്നില്ലെന്ന് ഉറപ്പായി. അതുകൊണ്ട് വൈറ്റ് വേഗം ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് ക്വീനെ G4-ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് G7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇപ്പോൾ G7 പോണെതിരെ അറ്റാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്കിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. G6 മുതലുകൊണ്ട് ആ അറ്റാക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ കിങ്സിലെ പോൺ സ്ട്രക്ചർ വീക്ക് ആകും. ഇനി ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ വൈറ്റിന് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനും അവസരമുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. ആദ്യം വൈറ്റിൻ്റെ ക്വീനോട് നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ ഈ G7-ലേക്കുള്ള കൺട്രോൾ ഒഴിവാക്കാൻ തയ്യാറല്ല. ആ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ക്വീനെ G3-ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിനിവിടെ കാസ്റ്റിംഗിന് ശ്രമിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വൈറ്റിന് ഇപ്പോഴും ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്ന അവസരമുണ്ട്. ബ്ലാക്ക് ഇവിടെ ഈ 2 പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F6 മൂവ് ചെയ്തുകൊണ്ട് F5 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം F7 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഇനി ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ കാസ്റ്റിംഗിന് വേണ്ടിയാണ് ബ്ലാക്ക് ശ്രമിക്കുന്നത്. ഇനി ഗെയിമിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. വൈറ്റ് ഇവിടെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ E3-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ കിങ്ങിനെ F7-ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ കാസ്റ്റിംഗ് തടയാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അടുത്ത പീസിലൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ D1-ലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ബിഷപ്പിനെ E7-ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ A4-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B6 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. വൈറ്റ് ഇവിടെ ക്വീൻസിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ റൂക്കിനെ മാറ്റിക്കൊണ്ട് കാസ്റ്റിംഗിന് ശ്രമിക്കുന്നില്ല. വൈറ്റിൻ്റെ ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് റൂക്കിനെ B8-ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ B5 കൺട്രോൾ ചെയ്യുന്നു. ഇതോടെ ഈ B5 പൂർണ്ണമായും ബ്ലാക്കിൻ്റെ കൺട്രോളിലായിട്ടുണ്ട്. വൈറ്റ് എന്തായാലും ബിഷപ്പിനെയോ നൈറ്റിനെയോ B6-ലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇനി ഈ നൈറ്റിനെ ഇവിടെ നിങ്ങൾക്ക് മാറ്റാനും പറ്റില്ല. അങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ഈ B2-ലെ പോൺ നഷ്ടപ്പെടും. അതുകൊണ്ട് വൈറ്റ് ആദ്യം B3 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ പോൺ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കുന്നു. അതിനുശേഷം ബ്ലാക്ക് റൂക്കിനെ E8-ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ആർട്ടിഫിഷ്യൽ കാസ്റ്റിംഗ് ഏകദേശം സക്സസ് ആയിട്ടുണ്ട്.
താലിവിടെ ബ്ലാക്ക് കാസ്ലിംഗ് പൂർത്തിയാക്കാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ കിങ്ങിനെ F8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ബിഷപ്പ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആവും. അല്ലാതെ G8ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ബിഷപ്പിനെ H6ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പും ക്യൂവിന് വെച്ച് ഇങ്ങനെ അറ്റാക്ക് വരും. ഇവിടെ ഇനി C5 ചെയ്തുകൊണ്ട് പോണൊരു അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകണമെങ്കിൽ D5 ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഒരു അറ്റാക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ പ്രശ്നം പരിഹരിക്കുകയാണ്. C5 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ അവിടെ നിന്ന് മാറ്റാണ്. നൈറ്റിനെ C3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇനി നൈറ്റ് D5ലേക്ക് വന്ന് ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാനും അല്ലാതെ കിങ് G8ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പും ക്വീനും ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കുകയാണ്. ബിഷപ്പിനെ F8ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് എങ്ങനെയും ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് D6 പോണിനെ ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. ആ പോൺ പിന്നിങ്ങിലാതെ കാരണം അതിനെ മൂവ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ F1ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ക്വീനിനെ C8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ ഡി പോൺ ഉപയോഗിച്ചോ റൂക്ക് ഉപയോഗിച്ചോ ആ പോണിനെ തിരിച്ചോട്ടി എടുക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്ക് ഉപയോഗിച്ച് F6 പോണിനെ കൂടെ വെട്ടിയെടുക്കാൻ അവസരം കിട്ടും. ഈ പോൺ പിന്നിങ്ങിലാതെ കാരണം പോൺ ഉപയോഗിച്ച് റൂക്കിന് ഇട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ പോൺ ഉപയോഗിച്ച് തന്നെയാണ് തിരിച്ചോട്ടുന്നത്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇതോടെ ഈ F5 ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. വൈറ്റ് നൈറ്റിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റ് F6ലേക്ക് വന്ന് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്കിന് സാധ്യതയുണ്ട്. നൈറ്റ് F6ലേക്ക് വരും തടയുന്നതിനായിട്ട് ബിഷപ്പിനെ E7ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബിഷപ്പിനെ H6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് വരും. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ആ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ മാറ്റാണ്. കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് F7ലേക്ക് കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വൈറ്റ് ആ അവസരം വേഗം ഉപയോഗപ്പെടുത്താണ്. റൂക്കിനെ F7ലേക്ക് കൊണ്ടുവരുന്നു. ഇനിയിപ്പോൾ ബ്ലാക്കിൻ്റെ ഈ ബിഷപ്പിന് ഇവിടുന്ന് അങ്ങോട്ടേലും മാറാൻ പറ്റില്ല. ആ ബിഷപ്പ് ഇവിടുന്ന് മാറുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ഇപ്പോൾ വൈറ്റിൻ്റെ നൈറ്റിന് E7ലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് റൂക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ റൂക്കിന് ഒരു അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ബിഷപ്പ് വെച്ച് ആ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും നോക്കാം. അങ്ങനെ ബിഷപ്പ് വെച്ച് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ക്വീന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. D8ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് വീണ്ടും അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ ക്വീനിന് സേഫായിട്ട് പോകാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. ഈ ബിഷപ്പ് വെച്ചോ റൂക്ക് വെച്ചോ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ടുകൊണ്ട് വീണ്ടും അറ്റാക്ക് വരും. ഇപ്പോൾ റൂക്ക് വെച്ച് തിരിച്ചൊട്ടിയാലും ബ്ലാക്കിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ ക്വീനെതിരെയുള്ള അറ്റാക്ക് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഏകദേശം അത് തന്നെയാണ് അവസ്ഥ. ബ്ലാക്കിന് പൂർണ്ണമായിട്ടും ഒരു പീസ് നഷ്ടപ്പെടും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ബ്ലാക്ക് എന്തായാലും ഇപ്പോൾ ബിഷപ്പ് വെച്ച് F7 റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് D1 റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നേരത്തെ കണ്ടപോലെ വൈറ്റ് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ക്വീനിന് മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അല്ലെങ്കിൽ രണ്ട് റൂക്കുകൾക്ക് വരാണ്ട് ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ അവസരമുണ്ട്. ഇവിടെ ഇപ്പോൾ സ്വാഭാവികമായും എല്ലാ പ്ലെയേഴ്സും ഈ അറ്റാക്കുള്ള റൂക്കിനെ കൂടെ F1ലേക്ക് കൊണ്ടുവന്ന് രണ്ട് റൂക്കളെയും ഒരേ ഫയലിലേക്ക് എത്തിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. എന്നാൽ താലിവിടെ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാനോ ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ ഒരു സാക്രിഫൈസ് കൂടെ ചെയ്യാണ്. നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഒരേ സമയം രണ്ട് പീസുകളെ സാക്രിഫൈസ് ചെയ്തിരിക്കുകയാണ്. ബ്ലാക്കിനതിൽ ഏത് സാക്രിഫൈസ് ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനാണ് ഇട്ടെടുക്കുന്നതെങ്കിൽ അടുത്ത മൂവിൽ ക്വീൻ H4ലേക്ക് വരും. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. അത് ഒഴിവാക്കുന്നതിനായിട്ട് ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ഈ നൈറ്റിനോട് എടുക്കുകയാണെങ്കിലും H7 സ്ക്വയറിലേക്ക് റൂക്ക് വെച്ച് കൺട്രോൾ കിട്ടും. ആ സമയത്ത് ക്വീൻ വെച്ച് പോണോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിനായിട്ട് ഇപ്പോൾ H6 മൂവ് ചെയ്താലും അടുത്ത രണ്ട് മൂവിൽ വൈറ്റിന് വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ രണ്ട് മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണാം. ആദ്യം ക്വീന് വെച്ച് H6 പോൺ എടുത്തുകൊണ്ട് ആ ക്വീനെ സാക്രിഫൈസ് ചെയ്യുക. ബ്ലാക്കിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. പോൺ വെച്ച് ക്വീൻ എടുക്കേണ്ടി വരും. ആ സമയത്ത് റൂക്ക് H7ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇവിടെ ഇപ്പോൾ H6 മൂവ് ചെയ്യുന്നതിന് പകരം
H5 മൂവ് ചെയ്തുകൊണ്ട് ഈ ചെക്ക് മേറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ ഇപ്പോൾ ആ H5 പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ ഉപയോഗിച്ച് വെട്ടി ചെക്ക് കൊടുക്കാൻ പറ്റില്ല. എന്നാലും ക്വീനെ G5 കൊണ്ടുവരാം. ഇനിയിപ്പോൾ ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും വൈറ്റിന് വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. ഇപ്പോൾ ഈ റൂക്കിനെ ഇടുന്ന് ഒഴിവാക്കുന്നതിനായിട്ട് റൂക്ക് വെച്ച് റൂക്കിനെ അറ്റാക്ക് ചെയ്താലും ഇപ്പോൾ റൂക്കിൽ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ക്വീനെ G6 കൊണ്ടുവന്നാൽ മതി. ഇനി ഈ നൈറ്റിൻ്റെ സഹായത്തോടെ അടുത്ത മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇപ്പോൾ പോൺ വെച്ച് നൈറ്റ് നോട്ടായാലും നേരത്തെ കണ്ട പോലെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയൊരു ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ F6 കൊണ്ടുവന്നിരിക്കുന്നത്. പോരാത്തതിന് ഇപ്പോൾ ഇങ്ങനൊരു ഫോർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം പോൺ ഉപയോഗിച്ച് നൈറ്റിനോട് എടുക്കുന്നു. ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തതോടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും അടുത്തൊരു സ്ട്രോങ് മൂവ് വരാണ്. ക്വീനെ H4 മൂവ് ചെയ്തുകൊണ്ട് H7 പോണെതിരെയും F6 പോണെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇനി ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ബ്ലാക്കിനിപ്പോൾ H6 മൂവ് ചെയ്തുകൊണ്ടോ H7 മൂവ് ചെയ്തുകൊണ്ടോ ഈ ചെക്ക്മേറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെ എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ F6 പോണ്ട് എടുത്തുകൊണ്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റണം. ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ആണെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക്മേറ്റാണ്. അല്ലാതെ കിങ്ങിനെ മാറ്റിയാലും ക്വീൻ G6 ഒന്ന് ചെക്ക് വരും. ഇവിടെയും രണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിലും എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഇപ്പോൾ ഈ പോണിനെ മൂവ് ചെയ്യുന്നത് നല്ല മൂവല്ല. ബ്ലാക്ക് മറ്റൊരു രീതിയിൽ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ G7 ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ F6 പോണിന് ബിഷപ്പിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം ഈ റൂക്കിനെ ബ്ലോക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. വൈറ്റ് വളരെ വേഗം ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ H6 കൊണ്ടുവന്ന് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ ക്വീൻ ഉപയോഗിച്ച് തിരിച്ചു വിട്ടാം. അതിനുശേഷം ബ്ലാക്ക് എന്തിനെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നില്ല. പകരം ഈ റൂക്ക് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇവിടെ വൈറ്റ് ആദ്യം ആ ബിഷപ്പിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനിട്ട് എടുത്തിട്ട് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G8 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ഒരേ ഒരു നല്ല മൂവ് മാത്രമേ ഉള്ളൂ. ആ മൂവ് അല്ലാതെ വേറെ എന്തെന്നെ മൂവ് ചെയ്താലും ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. താലിവിടെ ആ മൂവ് കണ്ടെത്തിയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്ക് വെച്ച് F6 പോയിന്റ് എടുക്കുകയാണെങ്കിൽ ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. എന്നാലും ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ വൈറ്റിനെ ക്വീൻ വെച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ ബ്ലാക്കിന് വേറെ ഓപ്ഷൻ ഉണ്ട്. അതായത് ആദ്യം ക്വീനെ G4 കൊണ്ടുവന്ന് ഇങ്ങനൊരു ക്വീൻ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാം. ആ എക്സ്ചേഞ്ചിന് ശേഷം വൈറ്റ് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിച്ചാലും പ്രശ്നമല്ല. എൻ്റെ ഗെയിമിൽ ഒരു എക്സ്ട്രാ റൂക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. അല്ലാതെ ഈ രണ്ട് പീസുകളെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാനായിട്ട് ക്വീൻ വെച്ച് F6 പോയിന്റ് എടുത്താലും ബ്ലാക്കിന് റൂക്കിനെ B7 കൊണ്ടുവന്ന് ഒരു റൂക്ക് എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാം. ആ എക്സ്ചേഞ്ചിന് ശേഷവും ബ്ലാക്കിന് ഒരു എക്സ്ട്രാ റൂക്ക് കിട്ടും. അല്ലാതെ ഈ ബിഷപ്പിന് സപ്പോർട്ട് കൊണ്ട് തന്നെ റൂക്കിനെ A7 കൊണ്ടുവന്നാലും ബ്ലാക്കിന് റൂക്ക് വെച്ച് ഇങ്ങനൊരു എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്യാം. എന്നാൽ താലിപ്പോൾ ഈ രണ്ട് പീസുകളെയും അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പിന് റൂക്കിന് സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ടോടെ ഒഴിവാക്കി കൊടുക്കുകയാണ്. ബിഷപ്പിനെ H8 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെയും റൂക്കിനെയും ഒരുമിച്ച് സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് H7 പോയിന്റ് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. ഇനിയിപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിലും ക്വീൻ വെച്ച് H7 പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് തന്നെയാണ്. അല്ലാതെ H6 മൂവ് ചെയ്തുകൊണ്ട് ആ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഇപ്പോൾ ക്വീൻ വെച്ച് പോയിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം റൂക്കിനെ G7 കൊണ്ടൊന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ കിങ് വെച്ച് ബിഷപ്പിനെ എടുക്കണം, അല്ലെങ്കിൽ കിങ്ങിനെ F8 മൂവ് ചെയ്യണം. അതിൽ എന്തിനെ ചെയ്താലും അടുത്ത മൂവിൽ ചെക്ക്മേറ്റ് ആണ്. കിങ് വെച്ച് ബിഷപ്പിനെ ഇടുകയാണെങ്കിൽ H6 പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. കിങ്ങിനെ F8 മൂവ് ചെയ്താലും F6 പോയിന്റ് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ ആ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ് ഉപയോഗിച്ച് റൂക്കിനിട്ട് എടുക്കുന്നു. ഇതോടെ അടുത്ത രണ്ട് മൂവിൽ വൈറ്റ് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ആദ്യം ക്വീൻ ഉപയോഗിച്ച് F6 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. കിങ് G8 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ക്വീൻ G7 ഒന്ന് ചെക്ക് ചെയ്യുന്നതോടെ
ചെക്ക്മേറ്റായി. താലിൻ്റെ മറ്റ് ഗെയിമുകളെ അപേക്ഷിച്ച് ഒരു വ്യത്യസ്തമായ അറ്റാക്കിംഗ് ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.